വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായ മറുപടി നൽകാതെ ഒളിച്ചു കളിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ. ആദ്യം അപേക്ഷയ്ക്ക് മറുപടി നൽകാമെന്ന് അറിയിച്ച സർക്കാർ പിന്നീട് നൽകാൻ കഴിയില്ലെന്ന മറുപടിയാണ് നൽകിയത്. എന്നാൽ തീയതികളിൽ കൃത്രിമം കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ 2 തവണ മറുപടി നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടയം സ്വദേശി കൃഷ്ണൻ മോട്ടിയാണ് അപേക്ഷ നൽകിയത്. കൃഷ്ണൻ മോട്ടി എനിക്കൊപ്പം ചേരുകയാണ്. കൃഷ്ണൻ മോട്ടി, ഇപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് മറുപടി ലഭിക്കുന്നില്ല ഒരു ഘട്ടത്തിലും. കാര്യം ആദ്യം മറുപടി നൽകാമെന്ന് ഫീസ് അടച്ചതിന് ശേഷം തരാമെന്ന് പറഞ്ഞ അതേ ഓഫീസർ ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന കത്തിൽ രാജ്യസുരക്ഷയുടെ നിയമപ്രകാരമുള്ള 8(1)(a) പ്രകാരം എനിക്ക് തരാൻ നിർവാഹമില്ല എന്നുള്ള ഒരു സംവിധാനമാണ് ആദ്യം എനിക്ക് മെയിലായിട്ട് അയച്ചിരിക്കുന്നത്. അതായത് ആദ്യം നിങ്ങൾ മറുപടി അപേക്ഷ കൊടുത്തപ്പോൾ മറുപടി നൽകാമെന്നും അതിന് 99 രൂപ ഫീസ് ചെല്ലാനടച്ച് ആ ചെല്ലാൻ്റെ ഒറിജിനൽ ചെല്ലാൻ രസീത് ഹാജരാക്കാനും നിർദ്ദേശിച്ചിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും 3-ാം തീയതി വന്നിരിക്കുന്ന കത്തിനകത്ത് അങ്ങനെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. 99 രൂപ ഫീസ് അടച്ച് ഒരു ലെറ്റർ ഹെഡിന് ഒരു നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിൽ ചെലാൻ അടച്ച് അത് നേരിട്ട് ഹാജരാക്കി കഴിഞ്ഞാൽ അതിന് മറുപടി തരാമെന്നാണ് ഒന്നാമത്തെ ചോദ്യത്തിന് എനിക്ക് മറുപടി തന്നിരുന്നത്. അതിനുശേഷം പിന്നീട് അണ്ടർ സെക്രട്ടറി ബിജി ജോസഫ് നിങ്ങളെ ഫോണിൽ ബന്ധപ്പെടുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ രേഖകളും വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് വീണ്ടും അവർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നല്ലോ. അതായത് അവർ ചോദിക്കുന്ന ചോദ്യം, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞതിന് ശേഷം ഫീസ് അടച്ചാൽ മതിയെന്നായിരുന്നു, അല്ലേ? അതെ, ആദ്യം വിളിക്കുന്ന 1-ാം തീയതിയാണ്. 1-ാം തീയതി വിളിച്ചിട്ടാണ് ചോദിക്കുന്നത് മുഴുവൻ പേപ്പറുകൾ വേണം, 340ഓളം പേജുകളുണ്ട്, ഇത്ര ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ശീർഷക നമ്പർ വെച്ചൊരു ഇത് അയക്കും, അതിൽ ഫീസ് അടച്ചു കഴിഞ്ഞാൽ തരാമെന്ന് പറഞ്ഞു. തുടർന്നാണ് 13-ാം തീയതി ഒരു ഒപ്പോ രേഖകളോ ഒന്നുമില്ലാതെ ഒരു മെയിൽ എനിക്ക് വരുന്നത്, തരാൻ നിർവാഹമില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം 17-ാം തീയതി ഞാൻ ഫീസ് അടച്ച് 19-ാം തീയതി നേരിട്ട് കൊണ്ടുപോയി ഹാജരാക്കുകയും 17-ാം തീയതി ചെല്ലാനടച്ച് 99 രൂപ അടച്ചു. അതിനുശേഷം ഇതിൻ്റെ ഒറിജിനൽ നേരിട്ട് എവിടെ കൊണ്ട് ഹാജരാക്കി? സെക്രട്ടേറിയറ്റിലാണ് ഹാജരാക്കിയത്. ഇവിടെ കോട്ടയം സബ് ട്രഷറിൽ 17-ാം തീയതി കൃത്യമായിട്ട് ചെലാൻ അടച്ച് അതിൻ്റെ ഒറിജിനൽ ചെലാൻ സെക്രട്ടറിയിൽ 19-ാം തീയതി നേരിട്ട് കൊണ്ട് ഹാജരാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം തിടുക്കപ്പെട്ട് 22-ാം തീയതി എനിക്ക് 22 ആഗസ്റ്റിൽ തന്നെ എനിക്ക് ഒരു മെയിൽ വരികയും ആ ഡേറ്റിൽ തന്നെ അവിടെ നിന്ന് സ്പീഡ് പോസ്റ്റായിട്ട് ഒരു ലെറ്റർ അയച്ചു തന്നിട്ടുണ്ട്. അതിൽ സൈനും കാര്യങ്ങളെല്ലാം വെച്ച് ഇതേ ഡേറ്റ് വെച്ചിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. അതായത് ആദ്യം അയച്ച കത്തിനകത്ത് ഈ 13-ാം തീയതി തന്നെ ഡേറ്റ് അതിനകത്ത് ഒപ്പിട്ടിരുന്നില്ല, അണ്ടർ സെക്രട്ടറി ഒപ്പിട്ടിരുന്നില്ല. ഒപ്പിടാതെ നിങ്ങൾക്ക് മെയിൽ അയച്ചു. രണ്ടാമത് നിങ്ങൾ 17-ാം തീയതി ചെല്ലാൻ അടച്ചതിന് ശേഷം ഒറിജിനൽ വൗച്ചർ, അതായത് രസീത് നിങ്ങൾ നേരിട്ട് കൊണ്ട് സെക്രട്ടറി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ 13-ലെ ഡേറ്റ് പ്രകാരം തന്നെ സൈൻ ചെയ്ത് അതേ മറുപടി തന്നെ അയക്കുകയാണ്. അത് 22-ാം തീയതി, അതായത് 13-ാം തീയതിയിലെ ഡേറ്റ് വെച്ച് 22-ാം തീയതിയാണ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തേക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. നമുക്കിത് രേഖകൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ലെറ്ററിൻ്റെ പുറകിൽ വന്നിരിക്കുന്ന കവറിനകത്തടക്കം മെയിലിനകത്തായാലും പരിശോധിച്ചറിയാം 22-ാം തീയതിയാണ് അവിടെ നിന്ന് അയച്ചിട്ടുള്ളത്. പക്ഷേ തന്നിരിക്കുന്ന തീയതി എന്ന് പറയുന്നത് ബാക്ക് ഡേറ്റിംഗ് ആണ്. 13/8/2026 അതേ കത്തിൽ അതേ ഒപ്പിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ മാത്രം വരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് എനിക്ക് വീണ്ടും അയച്ചു തന്നിരിക്കുന്നത്. അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ തേടിയാണ് കൃഷ്ണൻ മോട്ടി അപേക്ഷ നൽകിയത്. പക്ഷേ അത് നിരസിക്കുകയോ വ്യക്തമായ മറുപടി നൽകുകയോ ചെയ്യാൻ ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. ഒരേ ഡേറ്റിലാണ് 2 മറുപടികൾ നൽകിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ 22-ാം തീയതി സ്പീഡ് പോസ്റ്റ് അയച്ചിരിക്കുന്ന മറുപടിക്ക് 13-ാം തീയതിയിലെ ഡേറ്റ് ഇട്ടാണ് ഇത്തരത്തിൽ ക്രമക്കേട് കാണിച്ചിട്ടുള്ളത്. ഇതിന് വ്യക്തമായ മറുപടി നൽകേണ്ടത് സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്. നിയമപരമായി പോരാടാൻ തന്നെയാണ് കൃഷ്ണൻ മുട്ടിയുടെ തീരുമാനം. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.